അയോധ്യ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് പിന്നിൽ മുസ്ലിങ്ങൾ. നമുക്ക് ആ വീഡിയോ കാണാം. അതിനുശേഷം യോഗിജി, നമ്മുടെ യോഗി ആദിത്യനാഥ്, മുസ്ലിങ്ങളുടെ മുഹറം വരുന്നത് കൊണ്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. എന്റെ സംശയം, ആ നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങൾക്കുള്ളത് തന്നെയാണോ അതോ സംഘികൾക്കുള്ളതാണോ എന്നാണ്. നമുക്കത് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ കാണാം. അതായത് അയോധ്യ രാമക്ഷേത്രത്തിൽ കവർച്ച നടത്തിയിട്ടുള്ളത് മുസ്ലിങ്ങളാണ് എന്നുള്ളത്. मंदिर में चोरी हो गई, पता है आप लोगों को? जी जी। कितना माल चुरा ले? कौन माल चुरा के ले गया? चुराने वाले मुल्ले चुराए और कौन चुराया? हाँ, ये जो मुल्ले हैं ये चुराए। आए कहाँ से? तो सुरक्षा पुलिस आपकी, योगी जी की पुलिस है इतनी। योगी जी की सुनो एक मिनट, देखिए जिन लोगों को राम का नाम पसंद नहीं है या जो लोग खुश नहीं है इस मंदिर से, वही लोग जलते हैं, उन्हीं ने चोरी करवाई है। साफ साफ कहता हूँ, जिसको लगे खराब वो सुन के निकल जाए। കേട്ടില്ലേ? ഈ പൊട്ടന്മാരെ ഇതൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇന്റർവ്യൂവർ ചോദിച്ചു, നിങ്ങൾക്ക് രാം ടെമ്പിളിൽ നടന്നിട്ടുള്ള കളവിനെ കുറിച്ച് അറിയാമല്ലോ എന്ന്. അപ്പോൾ അവര് പറഞ്ഞു, അറിയാം. ആരാണ് കട്ടത്, ആരാണ് പ്രോപ്പർട്ടി എടുത്തത്, ആരാണ് അതൊക്കെ ചെയ്തത്? വേറെ ആരുമല്ല, മുസ്ലിങ്ങൾ, അതായത് മുല്ലാസ് മുസ്ലിങ്ങൾ, അവരാണ് ഇത് ചെയ്തിട്ടുള്ളത്. വേറെ ആര് ചെയ്യാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പറഞ്ഞ് റിപ്പോർട്ടർ ചോദിച്ചു, അതെങ്ങനെ അവരവിടെ എത്തി, അവരെങ്ങനെ അവിടെ വന്നേ എന്നാണ് ചോദിച്ചത്. കാരണം അവിടെ സെക്യൂരിറ്റി ഉണ്ട്. യോഗിജിയുടെ പോലീസ് സ്ട്രോങ് അല്ലേ? അപ്പോൾ ആ സെക്യൂരിറ്റി കടന്ന് എങ്ങനെയാണ് ഇവർ ഈ മുസ്ലിങ്ങൾ അവിടെ എത്തിയത്? അതിന് കുറച്ച് സമയം ഒന്ന് ചിന്തിച്ചു. അതിനുശേഷം പറഞ്ഞു, ആർക്കാണ് രാമൻ എന്ന പേര് ഇഷ്ടമല്ലാത്തത്? ആർക്കാണ് അവിടെ ഈ ക്ഷേത്രം വന്നതിൽ ഇഷ്ടമല്ലാത്തത്, അല്ലെങ്കിൽ ഹാപ്പി അല്ലാത്തത്, സന്തോഷമില്ലാത്തത്? അതുപോലെ ആരാണ് ഈ ടെമ്പിൾ ഇവിടെ വന്നതിൽ അസൂയപ്പെട്ടിട്ടുള്ളത്? അവരാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത്, അവർ മാത്രമാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. അതായത് ഒന്നുകിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള സാധനം, ഇല്ലെങ്കിൽ ഒന്നുമില്ല, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നു തന്നെ. കാരണം വേറെ വഴിയൊന്നുമില്ല. കാരണം ഇവര് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി മാത്രം വിശ്വസിച്ച് നടക്കലാണ്. എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇത്ര കാലം EVM സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ കേട്ടപ്പോൾ EVM എന്നല്ല പ്രശ്നമൊക്കെ ഇവന്റെ തലക്കകത്തൊന്നുമില്ല എന്നുള്ളതാണ് സംഭവം. അല്ലാതെ EVM ഒരു പ്രശ്നമില്ല. വെറുതെ ആ EVM സംശയിച്ചു. ഇനി ഇതിന്റെ സത്യാവസ്ഥ നോക്കാം. ഇവിടെ ഉത്തർപ്രദേശ് പോലീസ് എന്ത് ചെയ്തിട്ടുണ്ട്? SIT, അതായത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതായത് മുസ്ലിങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന്, അത് അപ്പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത്, അവരുടെ SIT ഇൻവെസ്റ്റിഗേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടെമ്പിളിന്റെ, അതായത് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മെയിൻലി ടെമ്പിൾ ഉള്ളിലുള്ള ആളുകളും അതുപോലെ ഈ കൗണ്ടിങ് സ്റ്റാഫ്, എണ്ണുന്ന സ്റ്റാഫുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ദീസ് എംപ്ലോയീസ്, അതായത് ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ അവിടെ ജോലിക്ക് എടുത്തിട്ടുള്ളത് ഏകദേശം മന്ത്ലി 14,000 മുതൽ 15,000 രൂപ വരെയുള്ള ഒരു സാലറി പാക്കേജിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. അതായത് 15,000 രൂപ മാക്സിമം ഇവരുടെ സാലറി എന്ന് പറയുന്നത്. എന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ വലിയ തരത്തിലുള്ള ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആളുകളിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് വന്നുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റെയ്ഡ് വന്നു. അതായത് SIT എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഏകദേശം 2 കോടിയോളം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരൊക്കെ കയ്യിൽ നിന്നും റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ ലക്ഷറീസ് ആയിട്ടുള്ള XUV, ഫോർച്യൂണർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹൈ എൻഡ് ഐഫോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ, അതായത് കോടിക്കണക്കിന് രൂപയുടെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ കൊമേഴ്ഷ്യൽ ലാൻഡ്സ്, അതുപോലെ 70 റൂം, അതായത് ഹോട്ടൽ റൂംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള, അതായത് ഇത്രയും ചെറിയ രൂപ കിട്ടുന്ന, അതായത് 15,000 രൂപ പെർ മന്ത് കിട്ടുന്ന ആളുകൾ, അവിടുത്തെ കൗണ്ടിങ് ക്ലർക്കും കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ പേരിൽ 70 റൂം ഹോട്ടൽസ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ടീം, അതായത് അവിടെയുള്ള ആ ടെമ്പിളിലുള്ള ആളുകൾ തന്നെയാണ്, അതായത് ഈ ടെമ്പിളിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഹയർ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിന്റെ സത്യം. SIT, അതായത് ഉത്തർപ്രദേശ് പോലീസ്, അതായത് ഉത്തർപ്രദേശ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? SIT രൂപീകരിച്ച് അവരുടെ ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് യോഗിജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മുഹറവുമായി ബന്ധപ്പെട്ട്, മുഹറം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ UP സർക്കാർ പറഞ്ഞിട്ടുള്ളത്, അതായത് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുള്ളത്, ആയുധങ്ങൾ പ്രദർശിപ്പിക്കരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഉച്ചത്തിൽ DJ പാടില്ല. അതായത് മുഹറത്തിന് നിയന്ത്രണവുമായി UP പോലീസ് എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരുപാട് ഫെസ്റ്റിവൽസിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുസ്ലിങ്ങളുടെ കണ്ടിട്ടുണ്ട്, ഹിന്ദുസിന്റെ കണ്ടിട്ടുണ്ട്, ക്രിസ്ത്യൻസിന്റെ കണ്ടിട്ടുണ്ട്, സംഘികളുടെ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ മുസ്ലിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഫെസ്റ്റിവൽസിനൊന്നും ഈ പറയുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ DJ ആയിട്ടൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ കാണുന്ന ചില ഫെസ്റ്റിവൽസ് ഉണ്ട്. അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം.
ഇതിന്റെ മുന്നിൽ പോകുന്ന ആ വ്യക്തിയുടെ കയ്യിൽ മാത്രമല്ല ആയുധമുള്ള, അതിന്റെ പുറകെ പോകുന്ന ആളുകളുടെ ഒക്കെ, അതായത് ഒരുപാട് പേരുടെ കയ്യിലൊക്കെ എന്തുണ്ട്, ആയുധങ്ങളുണ്ട്, അതായത് വാളുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ ഒട്ടനവധി വീഡിയോസ് ഈ സംഘികളുടെ പരിപാടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അധിക പരിപാടികളിലും ഈ ആയുധങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഫെസ്റ്റിവൽസ് നടത്താറ്. ഓക്കെ, അപ്പോൾ ഇനി അവരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ യോഗി, അല്ല മുസ്ലിങ്ങൾക്ക് ഒരു വാണിംഗ് കൊടുത്താണ്? കാരണം മുസ്ലിങ്ങൾക്ക് വാണിംഗ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇവരെ ഫെസ്റ്റിവൽസിൽ ഒന്നും ഇതുപോലെ ആയുധങ്ങളോ ഡി ജെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഡി ജെ ആയിരുന്നാലും ശരി, ആയുധങ്ങളൊക്കെ കാണുന്നത് ഈ സംഘികളുടെ പരിപാടിക്കാണ്. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് കൊടുത്ത വാണിംഗ് ആയിരിക്കും അല്ലെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.